തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ കണ്ണ തീർച്ചയായിട്ടും ഗ്യാങ്സ് പള്ളിമൂലയിൽ നിന്ന് ഇങ്ങനെ ഒരു ബമ്പൻ വരവേൽപ്പും കൂടെ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗ്യാങ്സ് പള്ളിമൂലയോട് നിറഞ്ഞ സന്തോഷവും കടപ്പാടും ഒരു പ്രത്യേകതരം സ്നേഹവും അവരിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ താങ്ക് യു ഗ്യാങ്സ് പള്ളിമൂല, താങ്ക് യു ഗ്യാങ്സ് പള്ളിമൂല. ഇങ്ങനെ കാണുമ്പോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്, എൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ നാടാണ്, എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്, എൻ്റെ സ്വന്തക്കാരാണ്, എൻ്റെ തറയിൽ ഫാമിലിയാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയേണ്ടത് എന്നറിയില്ല. ആക്ച്വലി സത്യത്തിലെ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് ആരോടും പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നില്ല. കാരണം അത്രയും വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആരോടും പറയരുത് എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ സ്വന്തക്കാരോട് പോലും, എൻ്റെ വീട്ടുകാരെ ഒഴിച്ച് എൻ്റെ സ്വന്തക്കാരോട് പോലും എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു അവസ്ഥ മൂലമാണ് എനിക്കത് പറയാൻ പറ്റാഞ്ഞത്. അപ്പം ഒരിക്കൽ കൂടെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പോവായിരുന്നില്ല എന്ന്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല, പെട്ടെന്നായിരുന്നു. ആരോടും പറയരുത്, എൻ്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ വീട്ടിൽ, അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് തോന്നിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു ലോകത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു മായാ ലോകത്ത് എത്തിയ പോലെയായിരുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയയും ഇല്ല. 100 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്വീകരണം കിട്ടുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെയൊക്കെ സ്നേഹവും ഇഷ്ടവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അത് എനിക്ക് കിട്ടി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ എൻ്റെ ഓരോ ഘട്ടങ്ങളും കണ്ടറിഞ്ഞ നാടാണ് എൻ്റെ കോടന്നൂര്. എൻ്റെ ഓരോ ഉയർച്ചയിലും എൻ്റെ ഓരോ താഴ്ചയിലും എൻ്റെ ഇടത്തും വലത്തും പിന്നെ കയറ്റിറക്കങ്ങളിലും ഒക്കെ എൻ്റെ കൂടെ നിന്ന നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ, ഇപ്പോൾ പലപ്പോഴും ഷാനവാസൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നാടിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുമായിരുന്നു. അപ്പം എവിടെയാണ്, അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എവിടെയാണ് നാടെന്ന് പറഞ്ഞപ്പോൾ കോടന്നൂരാണ് നാട്, തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സഹമത്സരാർത്ഥികൾ കോടന്നൂരോ അത് എവിടെയാണ് എന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോകെ അവർ തന്നെ കോടന്നൂർ വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടേക്ക് വരാനായിട്ട്. തീർച്ചയായിട്ടും അവർ വരും. അപ്പോൾ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. കോടന്നൂരിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാമിലി, തറയിൽ ഫാമിലി, അപ്പോൾ അവരും എൻ്റെ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്നു. അപ്പോൾ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗ്യാങ്സ് പള്ളിമൂലയോടുള്ള നന്ദി അറിയിക്കുന്നു, ഇത്രയും വലിയൊരു മൊമെൻ്റൊക്കെ തന്നതിന്. പിന്നെ സർവോപരി എൻ്റെ നാട്ടുകാർ, നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ, അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ നാടിന്റെ പേര്, കോടന്നൂരിന്റെ പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു
കാര്യമായിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മള് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലർ ആക്കാൻ പറ്റി. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും, ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവണമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടോ? അതെ, ഉടനെ തന്നെ വരും. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. ഞാൻ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? പാട്ട് പാടാൻ അറിയില്ല സത്യത്തിൽ. തുമ്പി പോരാമോ, തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നോടിഷ്ടം കൂടില്ല. കണ്ണ പാട്ട് മുത്തേ മുത്തേ ഞങ്ങളെ മുത്തേ. തറയിൽ ഫാമിലിയോടുള്ള നന്ദിയും കടപ്പാടും എത്രമാത്രം പറഞ്ഞാലും തീരില്ല. ഈ ഒരു എനിക്ക് തന്നെ സ്വീകരണത്തിന് ചുക്കാൻ പിടിച്ചത് തറയിൽക്കാരാണ്. എന്റെ ഫാമിലി ഫ്രീയാണ്. അപ്പൊ എന്റെ ഫാമിലിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, കണ്ണാന്തുമ്പി പോരില്ല, നിന്നോടിഷ്ടം കൂടില്ല. Yeah,